നമസ്കാരം. ഞാൻ ഔസഫച്ചൻ വാളക്കുഴി, നിർമ്മാതാവാണ്, ഡിസ്ട്രിബ്യൂട്ടറുമാണ്. എല്ലാവർക്കും ഈ വർഷത്തെ എൻ്റെ ഓണാശംസകൾ. നിങ്ങളുടെ ഓണസദ്യ സമയത്തായിരിക്കും ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നത്. എല്ലാവരുടെയും ഓണാഘോഷത്തിൽ എനിക്ക് പങ്കുചേരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഏതാണ്ട് 43 വർഷത്തോളമായി സിനിമയിൽ. എനിക്ക് തോന്നുന്നത് മലയാള സിനിമയിൽ ഇപ്പോൾ അന്നും ഇന്നും സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ. പലരും പണമൊക്കെ സമ്പാദിച്ചൊക്കെ പതുക്കി വെച്ച് നിർത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് സുരേഷ് കുമാർ, സിയാദ് കോക്കർ, പിന്നെ നമ്മുടെ കാച്ചപ്പള്ളി, ഡേവിഡ് കാച്ചപ്പള്ളി, ഞാൻ, ഇങ്ങനെ 3-4 പേരേ ഉള്ളൂ അന്നും ഇന്നും തുടരുന്നത്. ഞാൻ സിനിമയിലേക്ക് വന്നത് ഈറ്റില്ലം എന്ന ചിത്രത്തിൽ അസിസ്റ്റൻ്റായിട്ടാണ്. അത് ഞാനൊക്കെ പാച്ചി എന്ന് വിളിക്കുന്ന ഫാസിലിൻ്റെ സംവിധാനത്തിലുള്ള, എൻ്റെയൊക്കെ ചേട്ടൻ്റെയൊക്കെ കൂട്ടുകാരനാണ് ഫാസിൽ. എൻ്റെ കുടുംബ സുഹൃത്തുമാണ്, ആലപ്പുഴയിലാണല്ലോ. ഇന്ന് ഞങ്ങൾ താമസിക്കുന്നത് പോലും ഫാസിലിൻ്റെയും ഞങ്ങളുടെയൊക്കെ വീട് ഒരു മതിലിലാണ്, അപ്പുറം ഇപ്പുറം. എൻ്റെ സിനിമകളിലൊരു ഞാൻ കുറച്ച് മൂല്യം കൊടുക്കുന്നത് ഈ പുതുമ അല്ലെ പുതിയവർ അഭിനയിക്കുക, അല്ലെ പുതിയവരെന്തെങ്കിലും ചെയ്യുക, അതിനകത്ത് അതൊക്കെ അങ്ങനെയുള്ള സിനിമകൾ ഓടും, അല്ലെങ്കിൽ ആ പുതുമ കയറി മനുഷ്യൻ ശ്രദ്ധിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു ആളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ ഒട്ടുമിക്ക സിനിമയിലും പുതിയ എന്തെങ്കിലും കാണും, അല്ലെ പുതിയവരെന്തെങ്കിലും കാണും. ഇപ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമ ഞാനും ഫാസിലും കൂടെ ചേർന്ന് നിർമ്മിച്ച നോക്കത്താ ദൂരത്ത് കണ്ട നട്ടെന്നുള്ള സിനിമയാണ്. എല്ലാവർക്കും അറിയാം. അതിനകത്തൂടാണ് നദിയ മൊയ്തു ആദ്യമായിട്ട് വന്നത്, പത്മിനിയെ അമേരിക്കയിൽ നിന്ന് കുറേ കാലങ്ങൾക്ക് ശേഷം തിരിച്ചു കൊണ്ടുവന്നത്. പിന്നെ ഞാൻ അവസാനമായിട്ട് എടുത്ത ഒരു അഡാർ ലവ്, അതിനകത്താണ് പ്രിയ വയർ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ പുതുമകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ ഈ പുതിയത് സ്വാധീനിച്ചു എന്ന് പറഞ്ഞ് എനിക്കൊന്ന് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിനെ ഭയങ്കരമായ ഒരു സ്വാധീനിച്ചിട്ടുണ്ട് എന്നെ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ 1979 80-ലൊക്കെയാണ്, 80-ലാണ് റിലീസ്, 79. നവോദയയുടെ ചിത്രമാണത്. അപ്പോൾ അതിന് ഞാൻ ആ സമയത്ത് പ്രൊഡ്യൂസറൊന്നുമല്ല, സിനിമയായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. പക്ഷേ അന്ന് ഞാൻ ചാർട്ടേഡ് അക്കൗണ്ട്സി ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഞാൻ, എൻ്റെ ക്ലോസ് ഫ്രണ്ട്സാണ് ഈ നവോദയയിലെ ജിജോയും ജോസും ഒക്കെ. അപ്പോൾ അവരുടെ കണക്ക് നോക്കാനായിട്ട്, അല്ലെങ്കിൽ ഓഡിറ്റിങ്ങിന് പോകും. നവോദയല്ല, ചിലപ്പോൾ 3-4 മാസമൊക്കെ അവിടെ ഇരിക്കും അവരുടെ കണക്കുമായിട്ട്. കാര്യം അതിനകത്ത് ഈ സിനിമ കണക്കുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്തായിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്നുള്ള സിനിമയുടെ വർക്കിന് വേണ്ടി അവരുടെ വീട്ടിലെ ഒരു ഡെയിലി അങ്ങനെയാണ് ഇൻ്റർവ്യൂകൾ നടക്കുന്നു, മ്യൂസിക്കിനുള്ള, അത് എല്ലാം പുതുമുഖങ്ങളായിരുന്നു, അറിയാമല്ലോ. അപ്പോൾ അതിനകത്തെ വില്ലൻ റോളിനകത്ത് ഓരോരുത്തർ വരുന്നു. അങ്ങനെയാണ് ആ സമയത്ത് മോഹൻലാലുള്ള സമയത്താണ് മോഹൻലാലും അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ പുതുമുഖങ്ങളുടെ അത് ഭയങ്കര ഹിറ്റുമായി. അപ്പോൾ പുതുമുഖങ്ങളുടെ സിനിമകളൊക്കെ ഹിറ്റാകുമെന്നൊക്കെ എന്നെ ഒരുപക്ഷെ സ്വാധീനിച്ചത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളായിരിക്കാം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പുതിയവർ എന്ന് പറയുന്നത്. പിന്നെ ടൈറ്റിലിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, അതൊക്കെ ഫാസിലിൻ്റെ ഒരു സ്കൂളാണ്. അതെല്ലാം ഏത് സിനിമയും ടൈറ്റിൽ ഭയങ്കര മുഖ്യം. ഇപ്പം ഞാൻ ഫാസിലും കൂടെ എടുത്ത റാംജി റാവു സ്പീക്കിംഗ്, അങ്ങനൊന്നും ടൈറ്റിലൊക്കെ ആരും പറഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊക്കെ എൻ്റെ തന്നെ ഞാൻ ലാലുവൊക്കെ എടുത്ത് ഹിറ്റ്ലർ, ഇതൊക്കെ ടൈറ്റിൽ. ഇതിപ്പോൾ ഏറ്റവും അവസാനം ഒരു അഡാർ ലവ്, കിങ് ലയർ എന്നൊക്കെ, പിന്നെ എന്നൊക്കെയുള്ള ടൈറ്റിലിൻ്റെ പുതുമകളാണതല്ലേ. ഞാൻ പുതുമ പറഞ്ഞു വന്നതാണ്. അപ്പോൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ഭയങ്കര ഹിറ്റാണ്. കാര്യം പുതുമുഖങ്ങൾ ആയതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല കഥയും ഡയറക്ഷനും എല്ലാം തന്നെ. പക്ഷെ പുതുമുഖങ്ങളുടെ സ്വാധീനം ഭയങ്കരമാണ്. പുതിയവരാരെങ്കിലും ഒരു സിനിമയിൽ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര മൗത്ത് പബ്ലിസിറ്റി ആവും. അങ്ങനെ ആയിരിക്കാം എൻ്റെ ഇപ്പോൾ പടങ്ങളിലൊക്കെ. ഇപ്പോൾ റാംജി റാവു സ്പീക്കിംഗ്, സിദ്ദിഖ് ലാൽ വരുന്നു, സായികുമാർ വരുന്നു,
സാന്ത്വനം സിനിമയിലൂടെ മീന വരുന്നു, മീനെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നു. പിന്നെ ഞാനും ഫാസിലും കൂടെ എടുത്തൊരു തമിഴ് സിനിമയുണ്ട് വർഷം 16, അതിനകത്തൂടെ ഖുശ്ബു വരുന്നു. സാഗരം സാക്ഷി എന്നൊരു പടമുണ്ട്, അതിനകത്താണ് സുകന്യയെ അവിടുന്ന് ഇങ്ങോട്ട് ആദ്യമായിട്ട് കൊണ്ടുവരുന്നു. സാന്ത്വനത്തിനകത്ത് പിന്നെ വിഷ്ണുവർദ്ധൻ്റെ ഭാര്യ ഭാരതിയെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നു. ഭാരതിയൊക്കെ പിന്നീട് ഇഷ്ടംപോലെ സിനിമയിൽ മോഹൻലാലിൻ്റെ അമ്മയായിട്ടൊക്കെ അഭിനയിച്ചു. അഡാർ ലവ് ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പ് അപ്പോൾ അത് എല്ലാം പുതുമകൾ. ഇപ്പോൾ ഒമർ ചോദിച്ചു, സാർ എല്ലാം പുതുമകളായ കുഴപ്പമുണ്ടോ? ഇല്ല, സന്തോഷം. അങ്ങനെ ഓഡിഷൻ വെച്ചു തൃശ്ശൂർ. വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാര്യം 10,000-ഓളം പിള്ളേർ, ആൺപിള്ളേരും പെൺപിള്ളേരും, ഒരു രക്ഷയില്ല, കൺട്രോൾ ചെയ്യാൻ പോലും പറ്റാത്ത ക്രൗഡ്. അപ്പോൾ എല്ലാവരെയും ഒരു 2 മിനിറ്റ് അല്ല 1 മിനിറ്റിൽ 2 മിനിറ്റെങ്കിലും ഒന്ന് സ്റ്റേജ് ചെയ്ത് വേണ്ടേ സെലക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനകത്തൊരു കളിപ്പീര് വരത്തില്ലേ. എല്ലാവരെയും ചെയ്ത് നോക്കി, എല്ലാവരുടെയും പെർഫോമൻസ്. അങ്ങനെ അതിൽ നിന്ന് സെലക്ട് ചെയ്ത ഒരാളാണ് പ്രിയ വാര്യർ. അപ്പോൾ ഒരുപക്ഷെ അത് ചിലപ്പോൾ മിസ്സായി പോകേണ്ട കേസാണത്. മിസ്സായാൽ പ്രിയയും പോയി വേറൊരാളായിരിക്കും ചിലപ്പം. ഇതൊക്കെയാണ് ഓരോരുത്തരുടെ ഭാഗ്യങ്ങളും അല്ലേ, ഓരോ നിമിത്തങ്ങളും. അന്ന് ഞാൻ ഓർക്കുന്നത് പോലീസ് വരേണ്ടി വന്നു അവസാനം ഈ ക്രൗഡിനെ കൺട്രോൾ ചെയ്യാൻ, ഓഡിഷൻ. അങ്ങനെയാണ് പ്രിയയുടെ വരവ്. ഈ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളാണ് എന്നെ സിനിമയിലേക്ക് ഒന്ന് സ്വാധീനിച്ച ചിത്രം എന്ന് പറഞ്ഞല്ലോ. അതിന് ശേഷമുള്ളത് ഞങ്ങൾ ആലപ്പുഴയിൽ ഉദയായുടെ, അതായത് കുഞ്ചാക്കോയുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മളൊക്കെ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഇപ്പോൾ ഇപ്പോഴത്തെ ചാക്കോച്ചൻ്റെ വല്യപ്പൻ കുഞ്ചാക്കോ മുതലാളി എന്ന് പറയും. കുഞ്ചാക്കോ മകൻ ബോബൻ കുഞ്ചാക്കോ. ഈ ബോബൻ കുഞ്ചാക്കോയും എൻ്റെ ചേട്ടന്മാരും ഫാസിലും നെടുമുടി വേണു എല്ലാം ഭയങ്കര ഗ്യാങ്. അപ്പം അവരുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് എപ്പോഴും ഇവരവിടെ കൂടും. അപ്പം ഞാനൊക്കെ ചെറുപ്പമാണ്. അപ്പോൾ ഇവിടെ ഈ ഉദയയുടെ സിനിമകൾ വരുമ്പോൾ ഇവരുടെ വണ്ടിയൊക്കെ വരും ഈ പബ്ലിസിറ്റിക്ക്. തലേ ദിവസം വന്ന് വലിയ പാട്ടും. ഇതൊക്കെ കണ്ട് ആണ് എൻ്റെ ഒരു വളർച്ച. അതും എന്നെ സിനിമയിലേക്ക് സ്വാധീനിച്ച ചില സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കൊറോണ വരുന്നത്. അപ്പോൾ കൊറോണ സമയത്ത് ഞാൻ ആലോചിച്ചു എന്താ ചെയ്ത്, വേറെ വലിയ പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊരു മനസ്സിലുണ്ടായിരുന്നു ഒരു ബുക്ക് എഴുതിയാലോ എന്നുള്ളത്. എനിക്കൊരു ധൈര്യക്കുറവ് ഇങ്ങനെ ഉണ്ടായത്. അപ്പോഴാണ് നമ്മുടെ MK മുനീർ സാറ് പുള്ളിയുടെ ഒലിവ് പബ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ബുക്ക് എഴുതിക്കൂടെ, ഇത്രയും വർഷമായതല്ലേ, കുറേ അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഞാനും വിചാരിച്ചു എന്ന് എഴുതി തുടങ്ങാൻ. കാര്യം കൊറോണ സമയമല്ലേ. അപ്പോൾ എന്താണ് എഴുതുക, ഒരു പ്രൊഡ്യൂസറിന് എന്തെഴുതാനുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്കൊരു കാര്യം പിടികിട്ടി. കാര്യം മലയാള സിനിമയിൽ പ്രൊഡ്യൂസർമാരൊന്നും ബുക്ക് എഴുതിയിട്ടില്ല. അപ്പോൾ അതെനിക്കൊരു പുതുമയായിട്ട് തോന്നി. എന്നാൽ ഒരു ബുക്ക് എഴുതാം എന്ന് ഞാൻ ഉറപ്പിക്കുന്നു. ഇനി അതിൻ്റെ കണ്ടൻറ് എന്ത് എടുക്കും, ഒരു പ്രൊഡ്യൂസറിന് എന്തെഴുതാനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, കുറച്ച് ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഇപ്പോൾ ഈ പുതിയവരില്ലേ പലരും അവരുടെ തുടക്ക സമയത്ത് അവരൊരു തുടക്കം അല്ലെ 0 ടൈം അല്ലെങ്കിൽ ചെറിയ ഒരു ബഡ്ഡിങ് സ്റ്റേജിൽ ഒത്തിരി പേരെ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ അവരെയൊക്കെ വെച്ചൊന്ന് ചിന്തിച്ചാലോ, അങ്ങനെയാണ്. അപ്പോൾ അവരിൽ പോകുന്ന ഒരു എന്തെങ്കിലും ഒരു സംഭവം, അവരുമായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം ഓരോ പേജിൽ ഒതുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിൻ്റെ ഇൻ്റർവ്യൂ സമയത്ത് മോഹൻലാൽ വന്നു. അപ്പോൾ ആ ഒരു അനുഭവം അങ്ങനെ ഓരോരുത്തരുടെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ 10-20 പേരെ കണ്ടു, 60-70 പേര്. ഇന്ന് അവരൊക്കെ ഭയങ്കര സെലിബ്രിറ്റീസാണ്. അപ്പോൾ അന്ന് അത് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് വിചാരിച്ചു. ഓരോ പേജും ഓരോരുത്തർ 100-101 ഫോട്ടോസും ഉണ്ട് അതിനകത്ത് പഴയ. അങ്ങനെ പിന്നെ ഞാൻ ഈ പറഞ്ഞ മാതിരി ടൈറ്റിലിൻ്റെ പോലും അതിനെന്ത് ടൈറ്റിൽ കൊടുക്കും. അപ്പോൾ സാധാരണ ഞാൻ അറിഞ്ഞവരും ആണല്ലോ ആകണ്ടേ. പക്ഷെ അതിനൊരു പുതുമ കുറവ്. അപ്പോൾ ഞാനും നിങ്ങളറിഞ്ഞവരും എന്നാക്കി. അത് നിങ്ങൾക്കെല്ലാവർക്കും ഇവരെ അറിയാമല്ലോ, ഇത്രയും ആർട്ടിസ്റ്റുകളെയും ടെക്നീഷ്യന്മാരെയൊക്കെ.
അങ്ങനെ ആ ടൈറ്റിലും കൂടെ വന്നപ്പോൾ എന്നാൽ എഴുതിക്കളെ. അപ്പോൾ എഴുത്ത് എനിക്കൊരു വശക്കുറവ് ഉണ്ട്. പക്ഷേ എന്നാലും ഫാസിലിൻ്റെ പട സമയത്തും സിദ്ദിഖിൻ്റെ സമയത്തൊക്കെ ഈ സിനിമയിലൊക്കെ എഴുതുമ്പോഴൊക്കെ ഞാനും ഒക്കെ കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഏതായാലും കൊറോണ സമയത്ത് പണിയൊന്നുമില്ല, എന്നാൽ ബുക്ക് എഴുതാം എന്ന് വെച്ചാണ് അത് തുടങ്ങിയത്. ആ ബുക്ക് എഴുതി കഴിഞ്ഞപ്പോഴാണ് അതിന് ഒരു സുഖം ഫീൽ ചെയ്യും. ഇന്നത് ആമസോണിൽ കിട്ടും ആ ബുക്ക്. അപ്പോൾ അതിനകത്ത് എനിക്ക് കുറച്ച് സന്തോഷം തോന്നിച്ചത് ഒന്ന്, അതിൻ്റെ അവതാരിക എഴുതിയ ഇന്നസെൻ്റ് ചേട്ടനാണ്. ഇന്നസെൻ്റ് ചേട്ടൻ അതിനകത്ത് പറഞ്ഞിരുന്നു, പിന്നെ അത് എനിക്ക് കുറച്ച് ഒരു സന്തോഷം തന്നൊരു എഴുത്താണത്. അതിനകത്ത് പുള്ളി പറഞ്ഞിരുന്നു, ഈ സാധാരണ അത് ഈ റാംജി റാവു സ്പീക്കിംഗ് സമയത്ത് പുള്ളി ഒരു അനുഭവം പറഞ്ഞാണ്. റാംജി റാവു സ്പീക്കിങ്ങിൻ്റെ സമയത്ത് ഈ അതിൻ്റെ ഡബ്ബിങ് എല്ലാം കഴിഞ്ഞപ്പോൾ, അപ്പോൾ സാധാരണഗതിയിൽ ഈ ഡബ്ബിങ് കഴിയുമ്പോഴാണല്ലോ പ്രൊഡ്യൂസർമാർ അവരുടെ സിനിമ പണത്തിൻ്റെ ഫൈനലിൽ വരുന്നത്. അപ്പോൾ പുള്ളി എഴുതിയതാണ് അതിനകത്ത്, ഈ റാംജി റാവു കഴിഞ്ഞ് അതിൻ്റെ ഡബ്ബിങ്ങും കഴിഞ്ഞപ്പോൾ ഇവരുടെയൊക്കെ കണക്കുകൾ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ എല്ലാം നോക്കുന്ന ബാബു, അതായത് നമ്മുടെ സൗബിൻ്റെ ഫാദർ ബാബു ഷാഹിർ വന്ന് എൻ്റെ അടുത്തിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി സിനിമയ്ക്ക് അത് എന്തെങ്കിലും പൈസ കുറയ്ക്കാനായിരിക്കും എന്ന് കരുതി, ആസ് യൂഷ്വൽ. പക്ഷേ പുള്ളി പറഞ്ഞത്, ബാബു വന്ന് പറഞ്ഞത്, ചേട്ടന് സംസാരിച്ച് വെച്ച എമൗണ്ടിനേക്കാളും കുറച്ച് കൂടുതൽ തരാനാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ പറഞ്ഞതെന്ന്. അതായത് ഫാസിലും ഞാനും തീരുമാനിച്ചു എന്നുള്ളത്. അപ്പോൾ പുള്ളി അതിനകത്ത് എഴുതിയിരിക്കുന്നു, പുള്ളിയുടെ ജീവിതത്തിലോ അറിവിലോ അനുഭവത്തിലോ ഒന്നും ഇങ്ങനെ ഒരു നിർമ്മാതാവോ ഒക്കെ പണം കൂടുതൽ തരിക എന്ന് പറഞ്ഞത് കേട്ടിട്ടില്ല. അപ്പം അതൊക്കെ എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുത്തിയ ഒരു ഇതാണ് ഇന്നസെൻ്റ് ചേട്ടൻ്റെ. ഈ ബുക്കിനെ പറ്റി പറയുമ്പോൾ നന്ദിയോടെ ഓർക്കുന്ന ഒരു വ്യക്തി ശ്രീ മോഹൻലാലാണ്. കാരണം പുള്ളിയായിരുന്നു ഇത് പ്രകാശനം ചെയ്തത്. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് എനിക്ക്. ബുക്ക് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനെ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മാതിരി ആദ്യമേ മുഖ്യമന്ത്രി എന്നായിരുന്ന പിണറായി സാറ്, പിന്നെ ബി സന്ധ്യ, ഫാസിൽ, എന്നെ പഠിപ്പിച്ചിരുന്ന കവി മധുസൂദനൻ സാറ്, പിന്നെ ഫഹദ്, സുരേഷ് ഗോപി, പ്രിയദർശൻ, മീന, ഖുശ്ബു, ഇവരെല്ലാം, ശ്രീകണ്ഠൻ നായർ, ഇവരെല്ലാം നമ്മളോട് താല്പര്യമുള്ള ഇവരെല്ലാം അതിനൊരു ആശംസ തന്നിരുന്നു. അതും ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. അവരൊക്കെ ഒരു വളരെ ഇഷ്ടത്തോടെ എൻ്റെ ഈ ബുക്കിനെ അവർ കണ്ടു എന്നുള്ളത് എനിക്കൊരു വലിയ അനുഭവം തന്നെയാണ്. നന്ദിയാണ് അവരോടുള്ളത്. അതുപോലെ ഞാനൊക്കെ ഓർത്ത് സന്തോഷിക്കുന്നൊരു സംഭവങ്ങളുണ്ട്. അതായത് സന്തോഷിക്കുകയെന്ന് വെച്ചാൽ എൻ്റെ സിനിമകളിലെ ചില അസോസിയേറ്റ് അസിസ്റ്റൻസ് ആയവരൊക്കെ വലിയ സംവിധായകരായിട്ടുണ്ട്. സിദ്ദിഖ് ലാൽ അസിസ്റ്റൻ്റായിരുന്നു ഫാസിലിൻ്റെയൊക്കെ അല്ലേ. പ്രകാശ് വർമ്മ, ബ്ലസ്സി അസിസ്റ്റൻ്റായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് ഓർക്കുമ്പോൾ സന്തോഷം തരുന്നതാണ് ഇതെല്ലാം. പിന്നെ ഷാഫി, മരിച്ചുപോയ ഷാഫി അസിസ്റ്റൻ്റായിട്ടുണ്ട് ഹിറ്റ്ലറിനകത്ത്. അങ്ങനെ അവരൊക്കെ ഇന്നും വലിയ സംവിധായകരായി മാറി. അതാണ് ഞാൻ പറഞ്ഞത്, ഇവരുടെയൊക്കെ തുടക്കങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടെന്നുള്ള എൻ്റെ ബുക്കിൻ്റെ കണ്ടൻറ്റ് ഇങ്ങനത്തെ ഉള്ളതൊക്കെയാണ്. അപ്പോൾ ഈ ബുക്ക് എന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും അവസാനം വന്നപ്പോഴത്തേക്ക് ഏതാണ്ട് 10-80 പേരുണ്ട് അതിനെപ്പറ്റി ഞാൻ എഴുതിയിരിക്കുന്ന ഓരോരുത്തരുടെ. ബുക്ക് ഇത് വലിയ സാമ്പത്തിക ലാഭമൊന്നുമല്ല, പക്ഷേ ഒരു നിർമ്മാതാവിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ പോലെ, അല്ലെ നിർമ്മാതാവിൻ്റെ ഒരു അനുഭവം ബുക്കിലൂടെ വന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. അതുപോലെ തന്നെ ഞാൻ ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ചിത്രങ്ങളുണ്ട്, അതിനകത്തൂടാണ് ആദ്യമായിട്ട് ജയസൂര്യ, സുരാജ് വെഞ്ഞാറമൂട്, ഷാജോണ്, പിന്നെ ഫാസിൽ നിർമ്മിച്ച ഒരു ചിത്രമുണ്ട്, ഞങ്ങൾ ചേർന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതാണ്
അതാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അതിനകത്തൂടാണ് ഗീതു മോഹൻദാസ് വരുന്നത്. ഗീതു മോഹൻദാസ് പണ്ട് നവോദയയുടെ 1 മുതൽ 0 വരെ എന്നുള്ള ചിത്രത്തിലൊരു കൊച്ചു പെങ്കൊച്ചായിട്ടായിരുന്നു. അന്നേ ഫാസിലൊക്കെ നോട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. പിന്നീട് നമ്മൾ ഈ പടത്തിൽ എവിടെയായിരിക്കുമെന്ന് ഒരു പിടിയില്ല. അന്വേഷിച്ച് അമേരിക്കയിലാണ് വർഷങ്ങൾക്ക് ശേഷം. അമേരിക്കയിൽ നിന്ന് വിളിച്ചു വരുത്തിയതാണ് ഗീതു മോഹൻദാസിനെ. ഇന്ന് നമുക്കറിയാം ഗീതുവൊക്കെ ഇപ്പോൾ വലിയ ഡയറക്ടറൊക്കെയാണ്. ഇപ്പോൾ ഇതേണ്ട ടോക്സിക്കൊക്കെ വരുന്നു. ആ ലെവലിലേക്ക് ഗീതുവൊക്കെ എത്തി. അതുപോലെ തന്നെ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ പാട്ടുകൾ. അപ്പോൾ ഞങ്ങളുടെ സ്കൂൾ കേട്ടോ, അതായത് ഫാസിൽ സ്കൂള് വിശ്വസിക്കുന്നൊരു സംഭവമുണ്ട്. ഈ ഗാനങ്ങൾ ഹിറ്റടിച്ചാൽ റിപ്പീറ്റഡ് ഓഡിയൻസ് വരുമെന്നുള്ളത്. അതായത് അപ്പോൾ ആൾ പിന്നെയും കയറും എന്നുള്ളത്. ഇപ്പോൾ ദൈവം സഹായിച്ച എൻ്റെ ഒരു 3-4 ചിത്രത്തിലെ ഗാനങ്ങൾ ഇന്നും തലമുറയായിട്ടത് പാടുന്നു. ഇപ്പോൾ നമ്മൾ ഫോൺ നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ നോക്കത്താഴത്തിലെ 1000 കണ്ണുമായിയാണ് ഇപ്പോഴും. പിന്നെ ഞാനും ഫാസിലും കൂടെ എടുത്ത മറ്റൊരു ചിത്രമായിരുന്നു കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടുകൾ. അതിനകത്ത് കണ്ണാൻ തുമ്പി പോരാമോ എന്നുള്ള പാട്ട്. പിന്നെ എൻ്റെ സ്വാന്തനം, അതിനകത്തെ ഉണ്ണി വാവാവോ, അത് ഈ അടുത്ത കാലത്ത് ആലിയ ഭട്ട് കയറി പറഞ്ഞിട്ട് കൊച്ചിനെ ഓർക്കാൻ ഈ പാട്ടാണെന്ന് പറഞ്ഞാൽ അത് കയറി ഹിറ്റായത്. പിന്നെ ഇപ്പോൾ നമ്മുടെ അഡാർ ലവിനകത്തെ മാണിക്യമലരായ പൂവി, ഈ മാണിക്യമലരായ പൂവി എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഏതാണ്ട് 111-112 മില്യനായി അതിൻ്റെ വ്യൂസ്. കേരളത്തിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് തന്നെ 3-3.5-3.25 കോടിയേ ഉള്ളൂ. 11 കോടി ജനം ആ പാട്ട് കണ്ടു. അതൊരു മാത്രമല്ല, ഈ പാട്ട് ഞാൻ നമ്മൾ പാട്ടുകളൊക്കെ മലയാള സിനിമയിലെ പാട്ടുകളൊക്കെ ഹിറ്റുകൾ എല്ലാ രാജ്യത്തുമൊക്കെ പോകും. പക്ഷേ ഈ പാട്ട് നമ്മൾ കേൾക്കാത്ത രാജ്യങ്ങൾ, അതായത് വൈറൽ പാകിസ്ഥാനിൽ, ബംഗ്ലാദേശിൽ, ടർക്കിയിൽ, ബർമ്മയിൽ, നമ്മൾ കേൾക്കാത്ത രാജ്യത്തൊക്കെ ഈ പാട്ട് വൈറലായിരുന്നു. ഈ പാട്ടിനകത്ത് മാണിക്യമലരായ പാട്ടിനകത്താണല്ലോ ഈ പിന്നെ അതിൻ്റെ ടീസർ, അതൊക്കെ വെടിവെക്കുന്ന ഒരു ടീസറുണ്ട്, അതുമൊക്കെ കയറി ഭയങ്കരമായിട്ട് ഹിറ്റായി. ഈ മാണിക്യമലരായി എന്നുള്ള പാട്ടിൽ തുടങ്ങുന്നതൊക്കെ അതിനകത്ത് 5-6 പിള്ളേർ വേണമായിരുന്നു ഈ ഇവരുടെ കൂട്ടുകാരായിട്ട്. അതിലൊരാൾ എൻ്റെ മോനായിരുന്നു, മാത്യു എന്ന് പറയും. അപ്പോൾ ഈ മാണിക്യമലൻ്റെ തുടക്കമൊക്കെ ആ പാട്ട് തുടങ്ങിയതും എല്ലാം മാത്യുവിൽ വെച്ചിട്ടാണ്. എനിക്ക് 3 പിള്ളേരാണ്. 3 പിള്ളേരും സിനിമയിലില്ല. അറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്, നിർമ്മാണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു റിസ്കി ബിസിനസ്സാണ്. അതുകൊണ്ട് ഇവരാരും നിർമ്മാണത്തിലേക്കൊന്നും വന്നില്ല. മാത്യു ഇപ്പോൾ ന്യൂസിലാൻഡിൽ എൻജിനീയറായിട്ട് കഴിയുന്നു. മൂത്ത മകൻ ഈപ്പൻ ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്നു. ഇളയ മകൻ ലണ്ടനിൽ തോമസ് ജോലി ചെയ്യുന്നു. അപ്പോൾ ഇവരാരും ഈ വഴിക്ക് വന്നിട്ടില്ല. പിന്നെ ഈ മാണിക്യമലർ എന്നുള്ള പാട്ട് ഒമറായിരുന്നു എൻ്റെ ആ പടത്തിൻ്റെ ഡയറക്ടർ. അപ്പോൾ ഒമർ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ നമുക്കൊരു പാട്ടുണ്ട് ഞങ്ങളുടെ സമുദായത്തിൽ, ഈ പാട്ടൊന്ന് ഈ സിനിമയിൽ ഒന്ന് സാറൊന്ന് കേട്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒമര ധൈര്യപൂർവ്വം ഇത് വളരെ സ്ലോ ആണ് ഈ പാട്ട്, വളരെ സ്ലോ, വലിയ അടിച്ചുപൊളിയൊന്നുമല്ല. ആ പാട്ടാണ് ഇപ്പോൾ ഇത്രയും വൈറലായത്. അതുപോലെ തന്നെ എനിക്കെപ്പോഴും തോന്നിക്കുന്ന ഒരു സാധനം ഈ സിനിമയിലുണ്ട്, ഈ പാട്ടിലുണ്ട്. എന്താ വെച്ചാൽ, ഒരു പാട്ട് ഹിറ്റാകണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം സിനിമയൊക്കെ അങ്ങനത്തെ പാട്ടുകൾ ഹിന്ദിയിലോ തമിഴോ തെലുങ്കിലോ ഒക്കെയാണ് പാട്ടുകളൊക്കെ പുറം രാജ്യത്ത് പോയി ഷൂട്ട് ചെയ്യും. ലക്ഷങ്ങളും കോടികളും മുടക്കി ഒത്തിരി കോസ്റ്റ്യൂംസൊക്കെ മാറി അങ്ങനെയാണല്ലോ പാട്ട്. ആ സങ്കല്പമൊക്കെ എനിക്ക് പണ്ടേ അതിനകത്തോടൊന്നും താല്പര്യം ഉള്ള ആളല്ല. ആ സങ്കല്പങ്ങളൊക്കെ മാറ്റി ഇതൊരു ക്ലാസ് മുറിക്കകത്താണ് ഈ പാട്ട്. ക്ലാസ് മുറിക്കകത്ത് ഒരു യൂണിഫോം മാത്രമാണ് ഡ്രസ്സ്, ഒരു ഡ്രസ് ചേഞ്ചും ഇല്ല. എന്നിട്ട് ആ പാട്ടാണ് ഇന്ന് ലോകം മുഴുവൻ ഇത്രയും വൈറലായത്. ഇതുമൊക്കെ ഒരു പുതുമയല്ലേ? മറ്റൊരു രസമുള്ളത് പലതുണ്ട് കേട്ടോ. 40-43 വർഷത്തെ കാര്യങ്ങളല്ലേ, ഉണ്ട് ഇഷ്ടം പോലെ. അതിനകത്ത് ഒരെണ്ണം പേരെന്നുള്ളത് നമ്മൾ ഈ സാന്ത്വനം ആലുവ പാലസിൽ ഷൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്ദ്രൻസാണ് അതിൻ്റെ കോസ്റ്റ്യൂം. അപ്പോൾ നമ്മൾ ഈ പാട്ടൊക്കെ പിന്നീടൊക്കെ അല്ലേ വിൽക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഉണ്ണിവാവയാണ് പാട്ട്, മീന, സുരേഷ് ഗോപി. ഉണ്ണിവാവയുടെ പാട്ട് ഷൂട്ട് ചെയ്യുകയാണ് ആലുവ പാലസിൽ.
അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ദിവസം എറണാകുളത്തുനിന്ന് അങ്ങോട്ട് വരുന്ന വഴിക്ക് ആലുവയിൽ ഒരു ജംഗ്ഷനിൽ ഒരു കടയിൽ ഈ എൻ്റെ ഉണ്ണിവാവ് കേൾക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയി. ആർക്കും വിറ്റിട്ടില്ല, ഒന്നുമില്ല. പാട്ട് നല്ല സുന്ദരമായിട്ട് അടിച്ചു പൊളിക്കുന്നു ഒരു കടയിൽ. ഞാൻ ഓടി സെറ്റ് വന്ന് ഞാനിവിടെ വലിയ ഇഷ്യൂ ഉണ്ടാക്കി. ഞാൻ സിബി ഇതേ നമ്മുടെ പാട്ട് ആരാണ്ട് മോട്ടിച്ചത് റോഡിൽ കേൾക്കുന്നു. അപ്പോൾ ഈ ഷൂട്ടിംഗ് സമയത്തൊക്കെ പിന്നെ അടുത്ത് നിന്ന് ഇതിനെ ശ്രദ്ധിച്ച് കാണുന്ന ഒരുവനെ ഞാൻ നോട്ട് ചെയ്യാറുണ്ടായിരുന്നു ഈ സിനിമയിൽ. അത് മറ്റൊരു കോസ്റ്റ്യൂമറായിരുന്ന നമ്മുടെ ഇന്ദ്രൻസ്. പുള്ളി ഈ സാധാരണ കോസ്റ്റ്യൂമൊക്കെ നമുക്കറിയാമല്ലോ, കോസ്റ്റ്യൂമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കാരവന് അല്ലെങ്കിൽ അവരുടെ ഇതേ പോയി കിടക്കും, ഇങ്ങനെ നിൽക്കണ്ടേ. പക്ഷേ ഇന്ദ്രൻസ് അങ്ങനെയല്ലായിരുന്നു. ഇന്ദ്രൻസ് ഇങ്ങനെ ആ പാട്ടിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ കേൾക്കുക, ഷൂട്ടിംഗ് സമയത്തൊക്കെ ഇങ്ങനെ കാണുക വഴി. അത് ഞാൻ നോട്ട് ചെയ്തിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഓടി വന്ന് ഈ വിഷയം പറയുന്നത്. എങ്ങനെയോ പാട്ട് നമ്മുടെ പോയി എന്ന് പറയുമ്പോൾ പതിയെ ഇന്ദ്രൻസ് വരുന്നു. സാറേ, എനിക്ക് ഈ പാട്ടിൻ്റെ കൊതി മൂത്തിട്ട് ഈ പാട്ട് അന്ന് വന്നിട്ട് ഞാൻ അതിൻ്റെ ഒരു കോപ്പി എടുക്കാൻ വേണ്ടി അവരുടെ കടയിൽ കൊടുത്തിരുന്നു. അവരതിൻ്റെ ഒരു കോപ്പി എടുത്ത് വെച്ചാൽ വയ്ക്കുന്നതെന്ന്. അതായത് അപ്പോഴേ ഇന്ദ്രൻസിൻ്റെ ഒരു സിനിമയോടുള്ളൊരു താല്പര്യം, ഈ പാട്ട് ആക്ച്വലി ഹിറ്റാവുമെന്ന് ആദ്യം മനസ്സിലാക്കിയത് ചിലപ്പോൾ ഇന്ദ്രൻസ് ആയിരിക്കും, അല്ലേ? ഞാൻ ഈ എൻ്റെ സിനിമയിലെ പാട്ടുകളുടെ ഹിറ്റ് പറഞ്ഞല്ലോ. അതിനകത്തെ ആദ്യത്തെ ഇപ്പോൾ നോക്കത്തവരത്തിനകത്തെ 1000 കണ്ണുമായി, അതിപ്പോൾ ഇന്നും നമ്മൾ ഫോൺ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഇത് തന്നെയാണ് വരുന്നത്. അപ്പോൾ എത്ര തലമുറ കഴിഞ്ഞു. അപ്പം അന്നത് പാടി ഉറക്കിയ അല്ലെ പാട്ട് കേട്ടുറങ്ങിയ കുഞ്ഞുങ്ങൾ അവരിന്ന് വെറുതെ അവരുടെ മക്കളെ പാടിക്കൊടുക്കുന്നു എന്നാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം. കാര്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയുണ്ട് 1000 കണ്ണുമായി. ഈ 1000 കണ്ണുമായി ഞാൻ പറഞ്ഞല്ലോ, ഈ നോക്കത്ത ദൂരം നമ്മുടെ ഒരു ഫാമിലി ചിത്രം പോലെയായിരുന്നു. നദിയ ഒക്കെ ഫാസിലിൻ്റെയൊക്കെ ഒരു കുടുംബ സുഹൃത്ത്, മൊയ്തുവിൻ്റെ മകളായിരുന്നു. അപ്പോൾ അവർ ഫാസിലിൻ്റെ വീട്ടിലാണ് താമസം. അങ്ങനെ നമുക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നും ആദ്യത്തെ ഞങ്ങളുടെ പടവാണ്. അപ്പോൾ ഇത് കമ്പോസ് ചെയ്യാണ് ആ സമയത്ത്. കമ്പോസിങ്ങിന് ജെറി ആലപ്പുഴയിൽ എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്, ഹോട്ടലുകളിലൊന്നുമല്ല, എൻ്റെ വീട്ടിൽ താമസിക്കുകയാണ് ജെറി അമ്പലത്തിൽ. അപ്പോൾ അവിടെ ഒന്നാണ് കമ്പോസിങ്. എൻ്റെ 2 ആഴ്ചയോളം പുള്ളി അവിടെ താമസിച്ചു. അപ്പോൾ ഫാസിൽ, ഞാൻ പാച്ചി എന്നാണ് വിളിക്കുന്നത്, പാച്ചി വീട്ടിൽ നിന്ന് വൈകിട്ട് നടന്ന് ഇവിടെ വന്ന് കമ്പോസ് ചെയ്തൊക്കെ കേൾക്കും. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പാച്ചി വന്നിട്ട് പറഞ്ഞു, ജെറി ഒരു ട്യൂൺ ഇട്ടു. അതായത് ആ ട്യൂൺ കേട്ടപ്പോൾ ഫാസിലിന് ഇഷ്ടമായി. അതാണ് ഈ 1000 കണ്ണുമായി. 1000 കണ്ണുമായി അത് പൂർണ്ണമായി അവിടെ വെച്ച് തന്നെ. എന്നിട്ട് പിന്നെ എല്ലാ ദിവസവും 1000 കണ്ണുമായി, വീട് മുഴുവൻ 1000 കണ്ണുമായി, 1000 കണ്ണുമായി, 1000 കണ്ണുമായി. ആ പാട്ടാണ് ഇന്നും കയറി ഇങ്ങനെ. ഇപ്പോൾ വർഷം എത്ര കഴിഞ്ഞു എന്നുള്ളത്, ഇത് 84 കാര്യമാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ വേറൊന്നാണ് നമ്മുടെ ഉണ്ണിവാവോ. ഈ ഉണ്ണിവാവോ കമ്പോസ് ചെയ്ത് അതിന് ശേഷം സുരേഷ് ഗോപി അത് അഭിനയിച്ചു, അല്ലേ? പാട്ടുപാടി സുരേഷ് ഗോപിയാണത്. അതിന് കഴിഞ്ഞപ്പം അന്ന് ഈ ഉണ്ണിവാവോ എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ പിള്ളേരുകൾ ഉറങ്ങുമായിരുന്നു. എന്താണെന്നറിയാമല്ലോ ആ പാട്ടിൻ്റെ ശക്തി. ഇന്നും ഞാൻ ആലിയ പാട്ട് കയറി പറഞ്ഞ് ആ ആലിയ ഭട്ടിൻ്റെ കൊച്ചിനെ ഉറക്കാൻ അവർ കാണാ പഠിച്ചു എന്ന് പറഞ്ഞ ഒരു മലയാള പാട്ട്, അതിതാ. അപ്പോൾ ഇന്നും അതിനെന്തോ ഒരു ശക്തി ഉണ്ട് ആ പാട്ടിന്, പിള്ളേർ ഉറങ്ങും. അത് അന്ന് കൈതപ്രമാണ് അതിൻ്റെ ലിറിക്സ്. അപ്പോൾ തിരുമേനി അത് എഴുതിയതിന് ശേഷം എനിക്ക് പറഞ്ഞതൊരു ഓർമ്മയുണ്ട്. തിരുമേനി പറഞ്ഞ വെച്ചാൽ ഇത് എനിക്കെന്തോ ഒരു ദൈവിക ശക്തി തോന്നുന്നു എന്ന് പറഞ്ഞായിരുന്നു ഈ പാട്ട് എഴുതിയപ്പോൾ. അതിന് ശേഷം ഈ പിള്ളേരുകളെല്ലാം ഈ പാട്ട് കേട്ടുറങ്ങുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ സുരേഷ് ഗോപി ഒരു ദിവസം എൻ്റെ അടുത്ത് ഇച്ചിരി സങ്കടപ്പെട്ട് കാര്യം പറഞ്ഞു. അതായത് പുള്ളിയുടെ മകൾ ലക്ഷ്മി ഈ പാട്ട് കേട്ടേ ഉറങ്ങുള്ളൂ. അപ്പോൾ അന്ന് കാസറ്റാണ്. അപ്പോൾ സുരേഷ് പറഞ്ഞാണേ,
ഈ കാസറ്റിൽ ഈ പാട്ടിടും. എന്നിട്ടത് നിന്ന് പോയി കഴിഞ്ഞാൽ ഈ കൊച്ച് കരയും. അപ്പോൾ അതുകൊണ്ട് അത് നിൽക്കാതിരിക്കാൻ വേണ്ടി തുടർച്ചയായിട്ട് ഈ പാട്ടിട്ടിരിക്കുക, ഉണ്ണിവാവ്. അത് ഇട്ടാണ് ഈ ലക്ഷ്മി ഉറങ്ങിയിരുന്നെന്ന് ആ കൊച്ച് ഇടയ്ക്ക് വെച്ച് മരിച്ചുപോയി. ആ സമയത്ത് സുരേഷ് ഗോപി പറഞ്ഞതായിരുന്നു അത്. അപ്പം അങ്ങനെ എന്തൊക്കെയോ ഒന്ന് സംഭവിക്കുന്നുണ്ട്. ചില പാട്ടുകൾ ഇങ്ങനെ തലമുറയായിട്ട് തുടരുന്നു. എനിക്ക് അതിൽ 3, 4, 5 പാട്ടുകൾ എനിക്ക് അങ്ങനത്തെ സിനിമ പാട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി റാംജി റാവുവിൻ്റെ പറയാനാണെങ്കിൽ, റാംജി റാവുവിനകത്ത് ഇന്നസെൻ്റ് ചേട്ടൻ വന്നപ്പോൾ മാന്നാർമത്തായി. ഇന്നസെൻ്റ് ചേട്ടൻ്റെ ഏറ്റവും വലിയ ഒരു ക്യാരക്ടറിൽ പെട്ടതൊന്നാണ് മാന്നാർമത്തായി. അപ്പോൾ ഇന്നസെൻ്റ് ചേട്ടനല്ലായിരുന്നു ആദ്യമേ അതിന് ചിന്തിച്ചത് മാള ചേട്ടനെ വെച്ചായിരുന്നു അങ്ങനെ. പക്ഷേ കാര്യം ഇന്നസെൻ്റ് ചേട്ടനെ കിട്ടാതായി, എന്തോ ഒരു പടത്തിന് വെച്ചാൽ ഡേറ്റ് ക്ലാഷ്. പിന്നെ മുകേഷാണ് ഇന്നസെൻ്റ് ചേട്ടൻ ഇത് വിട്ടുകളയല്ലേ എന്ന് പറഞ്ഞിട്ട് ഇതിനകത്തോട്ട് വന്നതും. അങ്ങനെയാണ് ആ പടത്തിലൊരു ആ ക്യാരക്ടർ വളരെയധികം കയറി. എല്ലാവർക്കും അറിയാം മാന്നാർമത്തായി എന്ന് പറയുന്നത് ഇന്നും തലമുറകൾ അത് ആസ്വദിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. പിന്നെ എനിക്ക് ഈ റാംജി റാവു പറയുമ്പോൾ ഏറ്റവും ഇപ്പോൾ വേദനിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സിദ്ദിഖിൻ്റെ മരണം. സിദ്ദിഖ് എന്ന് പറയുന്നത് എന്താ പറയുന്ന, ഈ നോക്കത്താ ദൂരത്ത് കണ്ണുനട്ടെന്നുള്ള സിനിമയിലാണ് സിദ്ദിഖും ലാലും കൂടെ അസിസ്റ്റൻ്റായിട്ട് ആദ്യമായിട്ട് വരുന്നത്. അന്ന് മുതലുള്ള പരിചയം ഇന്ന് വരെയും. ഇപ്പോൾ എൻ്റെ കിങ് ലെയർ എന്നുള്ള സിനിമയിൽ ഇവർ പിരിഞ്ഞതിന് ശേഷം വീണ്ടും 24 വർഷത്തിന് ശേഷം അവർ വീണ്ടും ഒന്നിച്ച് എനിക്ക് വേണ്ടി ചെയ്ത സിനിമയായിരുന്നു കിങ് ലെയർ. അപ്പോൾ അവിടെയൊക്കെ സിദ്ദിഖിൻ്റെ ഒരു എന്നോടുള്ളൊരു താല്പര്യം ഞാൻ കണ്ടതാണ് നേരിട്ട്. ഒരു പടം ചെയ്യാം ഹോസ്പിറ്റ എന്ന് പറഞ്ഞിട്ടാണ് ആ കിങ് ലെയർ ചെയ്തത്. സിദ്ദിഖ് ഞാനുമായിട്ട് പറയാനാണെങ്കിൽ ഞങ്ങൾ ഏകദേശം ഒരേ പ്രായക്കാരൊക്കെ ആയതുകൊണ്ട് എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. അപ്പോൾ എനിക്കതൊരു വലിയ നഷ്ടമാണ് സിദ്ദിഖിൻ്റെ മരണം. ഓർക്കാപ്പുറത്ത് ഞാൻ ആ സിദ്ദിഖ് മരിക്കുന്നതിനൊക്കെ ഒരു 3 ആഴ്ച മുമ്പോ 4 ആഴ്ച മുമ്പോ ഞാൻ സിദ്ദിഖിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അതൊന്നും സ്വപ്നത്തിൽ പോലും നമ്മൾ വിചാരിച്ചിരുന്നതല്ല ഇങ്ങനൊന്നും സംഭവിക്കുമെന്ന്. സിദ്ദിഖിൻ്റെ മരണം എന്നെ വളരെ വേദനിപ്പിച്ചു. ഈ റാംജി റാവുവിനെ സിദ്ദിഖ് ലാൽ ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ സിദ്ദിഖിൻ്റെയൊക്കെ നമ്മുടെ കലാഭവനിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ജയറാം. അപ്പോൾ അവർക്കൊരു ശക്തിക്കും, അവരാദ്യമായിട്ട് വരികയല്ലേ, അപ്പോൾ അവർക്ക് ഈ ഹീറോ ജയറാമായ കൊള്ളാവുന്നുണ്ട്. അപ്പോൾ ജയറാം ഒരു പടത്തിൽ അഭിനയിച്ചു കഴിഞ്ഞു, നല്ല പേരിൽ നിൽക്കുന്നു. ഇപ്പോൾ സിദ്ദിഖും ലാലും പറഞ്ഞ് നമുക്ക് ജയറാമിനെ വെക്കാം, കാര്യം അവർക്ക് സുഖമായിട്ട് ഷൂട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് ഗാന്ധിമതി ബാലൻ്റെ ഒരു സിനിമ നാഗർകോവിൽ നടക്കുന്നു. അപ്പോൾ അത് പത്മരാജൻ്റെ സിനിമയാണ്. അതിനകത്ത് ജയറാം അഭിനയിക്കുന്നുണ്ട്. 2ാം സിനിമയോ 3ാം സിനിമ ഏതാണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അഡ്വാൻസും ഒക്കെ ആയിട്ട് ജയറാമിൻ്റെ അടുത്ത് പോയി ഈ റാംജി റാവുവിനെ നായകനാക്കാൻ. അപ്പോൾ ഞാൻ ജയറാമിൻ്റെ അടുത്ത് പറഞ്ഞു, ജയറാം ഇങ്ങനെ ഇതാണ് സിദ്ദിഖ് ലാലാണ്, കാര്യം ഇവരായിട്ട് കലാഭവനിലൊക്കെ എപ്പോഴും ഉള്ള. അപ്പോൾ ഞാൻ സിദ്ദിഖ് ലാലിൻ്റെ പടം ഞങ്ങൾ ആദ്യമായിട്ട് പുള്ളി അവരെ വെച്ചെടുക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ജയറാം ശരിക്കും പറഞ്ഞാൽ അത് ഡേറ്റ് ഇല്ല, കാര്യം ശരിയായ ഡേറ്റ് ഇല്ലായിരിക്കാം. അത് കഴിഞ്ഞിട്ട് നവോദയയുടെ ഒരു പടം ഉണ്ടായിരുന്നു കമലഹാസനായിട്ട് എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ അഡ്വാൻസ് കൊടുക്കാതെ ഞാൻ തിരിച്ചു പോന്നു. പിന്നീടാണ് ജയറാം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ സിദ്ദിഖ് ലാലിന് ഒരു ചെറിയ സങ്കടം ഉണ്ടായി. പിന്നീടാണ് ആ റോളിന് വേണ്ടിയിട്ട് സായികുമാറിനെ തപ്പിയെടുത്തത്. അല്ല, ഇങ്ങനെയാണല്ലോ ഒരു നടന്മാരൊക്കെ പുതിയതായിട്ട് ഉദിച്ചു വരുന്നത്. ഓരോരോ കാരണങ്ങൾ ഉണ്ടാവും. അതിലൊരു കാരണം ഇങ്ങനെയായിരുന്നു സായികുമാർ ഉണ്ടാകാനുള്ള കാരണം. അതുപോലെ തന്നെ ഈ റാംജി റാവു എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റാത്തൊരു സിനിമയായിരുന്നു. അപ്പോൾ ദേവനൊക്കെ ആയിരുന്നതിനകത്ത്. അപ്പോൾ റാംജി റാവുവിൻ്റെ ഇടയ്ക്കായിരുന്നു എൻ്റെ കല്യാണം. അപ്പോൾ ദേവനൊക്കെ മുകേഷൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കുമായിരുന്നു.
വരുന്ന പെണ്ണിനെ പോലെ ഇരിക്കും ഇതിൻ്റെ വിജയം. ഭയങ്കര ടെൻഷനായിരുന്നു അത്. ആക്ച്വലി ഷൂട്ടിംഗ് ഒരു ദിവസം നിർത്തിവെച്ചായിരുന്നു കല്യാണം. അപ്പോൾ എന്നെക്കാളും ടെൻഷൻ കല്യാണം കഴിച്ച് വന്ന പെങ്കൊച്ചിനായിരുന്നു, മിനി എന്ന് പറയും. പുള്ളിക്കാരത്തിക്കായിരുന്നു ഇതൊക്കെ കേട്ടിട്ട് പേടി. കാര്യം സിനിമ എന്ന് പറഞ്ഞാൽ ഒന്നാമത് അന്ധവിശ്വാസം. അതിൻ്റെ ഇടയ്ക്ക് ഇത് ഓടുന്നത് വരെ ഭയങ്കര ടെൻഷനായിരുന്നു വീട്ടിലും എനിക്കുമൊക്കെ. കാരണം ആ തുടങ്ങിയപ്പോഴോ ഒരു മനുഷ്യൻ ആ സിനിമയ്ക്കകത്തില്ല. ആദ്യമൊന്നും ആളേ ഇല്ലല്ലോ, പിന്നെയാണ് അത് കയറി കൊളുത്തിയത്. അത് എനിക്ക് ഇത് പറയാൻ രസമുണ്ട് വേറൊന്നുകൂടെ. ഇവിടെ ഷേണൈസിലായിരുന്നു ആ സിനിമ. അപ്പോൾ ഷേണൈസിലൊന്നും ഒരു മനുഷ്യനില്ല റിലീസ് ചെയ്യുമ്പോൾ. അപ്പോൾ സിദ്ദിഖിൻ ലാലും നമ്മളൊക്കെ ഓപ്പോസിറ്റുള്ള ബേക്കറി സൈഡിൽ വന്ന് നിൽക്കും, പിന്നെ ആളെ കാണാൻ. ആളില്ല, ഒന്നുമില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് സായിപ്പും മാതാമ്മമാരെല്ലാം കൂടെ, ഒരു 5-8 സായിപ്പും മാതാമ്മമാരെല്ലാം കൂടെ ഷേണൈസിനകത്തോട്ട് കയറി. അപ്പോൾ സിദ്ദിഖിൻ ലാലും രക്ഷപ്പെട്ടു, അത്രയും പേരെങ്കിലും ഉണ്ടല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ അതുപോലെ ഇറങ്ങിപ്പോന്നു. അവർ വിചാരിച്ചാണ്ട് ഇംഗ്ലീഷ് സിനിമയായിരുന്നു റാം ജിറാവ് സ്പീക്കിങ്. അതോടുകൂടി നമ്മുടെ കാറ്റ് പിന്നെയും പോയി. അതുപോലെ തന്നെ ആളില്ലാത്ത വേറൊരു സിനിമയുണ്ടായിരുന്നു, സാന്ത്വനം. മീനെ ആദ്യമായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ കോട്ടയത്തിരുന്ന്, അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ സെഞ്ച്വറി ഫിലിംസ് ആയിരുന്നു. അവിടെ ഇരുന്ന് കോട്ടയത്തിരുന്ന് കാണുക ആ സിനിമ. ആളില്ല. മീനെ കാണുമ്പോൾ കൂവൽ, ആകെ വെളുത്ത് ഒരു രക്ഷയില്ല. പക്ഷെ നമുക്കറിയാം നല്ല സിനിമയാണെന്നുള്ളത്. ഏറ്റവും അവസാനം ഞാൻ ഓടി എറണാകുളത്ത് വന്ന് വൈഫുമായിട്ട് വന്ന് ഷേണൈസിലാണ് സിനിമ. വന്ന് സ്റ്റെപ്പ് കയറി മേളിൽ ഞാൻ ആ ഡോറിനകത്തോട്ട് ഇങ്ങനെ പതിയൊന്ന് നോക്കുമ്പോൾ, കയറി വരുമ്പോഴേ 1-2 കാറേ ഉള്ളൂ. ഇങ്ങനെ അങ്ങോട്ട് മുകളിലത്തെ ഡോർ തുറന്ന് നോക്കുമ്പോൾ 6-7 പേരുണ്ട്. ഭയങ്കര തളർന്നു. എന്നാലും ഓടുന്നുള്ളൊരു വിശ്വാസമാണല്ലോ സബ്ജക്റ്റ് വൈസ്. അന്ന് നമ്മുടെ സോഫയിൽ ഞാനും ഈ മിനിയും കൂടെ ഇരിക്കുമ്പോൾ ഷേണാസിൻ്റെ ഒരു സ്റ്റാഫ് വന്ന് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സാറേ, നല്ല സിനിമയാണ്, പക്ഷേ ആളില്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെ നല്ല സിനിമയൊന്നും എടുത്താൽ ഓടുകയില്ല. അങ്ങനെ പുള്ളിയുടെ ഒരു ഉപദേശവും ഞെട്ടിപ്പോയി. അതിനുശേഷം ഈ പാട്ട് കയറി കൊള്ളാൻ തുടങ്ങി. സിനിമ അങ്ങനെ സബ്ജക്റ്റാണല്ലോ സൂപ്പർ സ്റ്റാർ എന്നും. ഈ പടം കയറി കൊണ്ടുകഴിഞ്ഞിട്ട് ഞാനും എൻ്റെ വൈഫും കൂടെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ രാഗത്തില്ല സിനിമ. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഉച്ചക്കത്തെ ഷോ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ജനലക്ഷം. രാഗം തിയേറ്റർ നമുക്കറിയാം, ഭയങ്കര ആളാണ്. അവിടുന്ന് പെണ്ണുങ്ങളുടെ ക്യൂ, മൊത്തം ലേഡീസ്, പെണ്ണുങ്ങളുടെ ക്യൂ. ഇങ്ങനെ റോഡും കവിഞ്ഞ് ആ മറ്റേ മൈതാനമില്ലേ, അങ്ങോട്ടേക്ക് ആൾ. എനിക്ക് തോന്നുന്നു അന്ന്, എനിക്ക് നല്ല ഓർമ്മയാണ്, അന്ന് 80-85% പെണ്ണുങ്ങൾക്ക് മാത്രമേ ടിക്കറ്റ് കൊടുത്തുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞു വിട്ടു. അതും ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ആളില്ലാത്ത പടം സൂപ്പർ ഹിറ്റ് ആകുന്നത്. അതുപോലെ തന്നെ സിദ്ദിഖ്, ഇന്നസെൻ്റ് ചേട്ടൻ, ഇവരൊക്കെ മരിച്ച് പോയി. അക്കൂട്ടത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത മറ്റൊരു വ്യക്തിയാണ് ലോഹിതദാസ്. ഞങ്ങൾ തമ്മിൽ വളരെ അടുപ്പമായിരുന്നു. ലോഹി വിരലുണ്ടാകുന്ന സിനിമകളെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ പടം കഴിഞ്ഞിട്ട് 2 പടവും പുള്ളിയുടെ എൻ്റെ സിനിമയായിരുന്നു ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ ലോഹിയുടെയൊക്കെ അതും എന്നെ വളരെ കാര്യം സ്വാധീനിച്ചിട്ടുണ്ട്. ലോഹിയുടെയൊക്കെ ഒരു രീതി, അതിനകത്തെ ഒരു ക്യാരക്ടറിന് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ്, കഥാപാത്രങ്ങളെ മെനയുന്നത്. അപ്പോൾ വളരെ അടുത്ത ബന്ധം എനിക്ക് ലോഹിയായിട്ടുണ്ട്. ഇതൊക്കെ ഇന്ന് എഴുതുന്നവരും ഒക്കെ കണ്ടുപഠിക്കേണ്ട ഒരു റൈറ്റർ തന്നെയാണ് ലോഹി. പുള്ളിയുടെ മരണവും എന്നെ വേദനിപ്പിച്ചു. ലോഹിയെ ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് സാഗരം സാക്ഷി എന്നുള്ള സിനിമയിലെ സ്ക്രിപ്റ്റിങ്ങിലാണ്. മമ്മൂക്ക അഭിനയിച്ച ചിത്രമായിരുന്നു അത്. ഡയറക്ഷൻ സിബി. ആ ചിത്രത്തിലൂടെയാണ് ഞങ്ങൾ തമ്മിൽ ആദ്യമായി ബന്ധപ്പെടുന്നത്. അതിലൂടെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, അതിനകത്താണ് സുകന്യ ആദ്യമായിട്ട് വന്നത്. ആ ചിത്രത്തിന് ശേഷം പുള്ളിയെ ഞാൻ 2 സിനിമ
ഡയറക്ഷൻ ചെയ്തിരുന്നു. അതിലൊന്നാണ് കാരുണ്യം. ഈ കാരുണ്യം ചിത്രത്തിലാണ് എൻ്റെ രണ്ടാമത്തെ മകൻ മാത്യു അതിനകത്തൊരു പാട്ടിനകത്തൊട്ട്. അവൻ ആ ഫസ്റ്റ് ഡേ പിച്ച വെച്ച് തുടങ്ങിയ സമയത്ത് അത് പുള്ളി പകർത്തി. അതിനകത്ത് കാരുണ്യത്തിനകത്ത് വേറൊരു പാട്ടുണ്ട്, ദൈവമേ നിൻ്റെ ദിവ്യകാരുണ്യം എന്ന് പറയുന്നത്. ആ പാട്ടും ഇന്ന് മിക്ക സ്കൂളുകളിലും എൻ്റെ അസംബ്ലിയിൽ പാടുന്നത് ഈ പാട്ടാണ്. അപ്പോൾ എനിക്ക് സോങ്ങുകൾ ഇങ്ങനെ ഇപ്പോൾ ഈയിടെ ഞാൻ ഫോൺ നോക്കിയപ്പോൾ നിറച്ച് ഈ പാട്ട് ടൂറിന് പോകുന്ന ആൺപിള്ളേരും പെൺപിള്ളേരും ഒക്കെ പാടുന്നു. ഇപ്പോൾ ഹിറ്റ്ലറിനകത്തൊരു പാട്ടുണ്ട്, അക്കരെ നിൽക്കുന്ന ചക്രമാവിൻ്റെ എന്ന് പറയുന്ന, അതിപ്പോൾ കണ്ടമാനം ഫോണിനകത്തൂടെ വരുന്നുണ്ട് ആ പാട്ടുകൾ. ഒരു ഫാസ്റ്റ് സ്കൂളിൻ്റെയും ഈ സിദ്ദിഖ് ലാലിൻ്റെ ഒക്കെ ഉള്ളൊരു സംഭവമാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ. അതായത് നമ്മൾ മിക്കവാറുമൊക്കെ കണ്ടുവരുന്നത്, നമ്മളൊരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് വാങ്ങിക്കും, എന്നിട്ടാണ് മിക്ക പ്രൊഡ്യൂസർമാരും ഡയറക്ടേഴ്സോ അല്ലെ എഴുത്തുകാരൊക്കെ ആ ഡേറ്റ് കിട്ടിയിട്ട് കഥ എഴുതും, അല്ല അതിന് വേണ്ടി മോൾഡ് ചെയ്യും. പക്ഷെ അതൊക്കെ ഒരു വലിയ കുഴപ്പമാണെന്നാണ് ഞാൻ ആസ് എ നിർമ്മാതാവ് എന്നുള്ള നിലയിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെയാണ്. കാര്യം നമ്മളൊരു കഥ ഉണ്ടാക്കിയതിന് ശേഷം അതിന് പറ്റിയ ആർട്ടിസ്റ്റുകളെ തീരുമാനിക്കുക എന്നുള്ളതാണ് എൻ്റെയൊക്കെ ഒരു രീതി. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഇനിയുണ്ട്. ഞാനും ഫാസിലുടെ കാക്കോത്തിക്കാവിൽ അപ്പൂപ്പൻ താടികൾ എന്നുള്ളൊരു സിനിമ നിർമ്മിച്ചിരുന്നു. അപ്പോൾ അതിനകത്താണ് ഞാൻ പറഞ്ഞല്ലോ, പരീക്ഷണം എൻ്റെ ഒരു സ്ഥിരം. അന്നാണ്, അതുവരെ ആരും അങ്ങനെ ചെയ്തിരുന്നില്ല, പേരുകെട്ടൊരു സംവിധായകൻ വേറൊരു സംവിധായകന് സ്ക്രിപ്റ്റ് എഴുതുന്നു. അങ്ങനെയായിരുന്നു ഫാസിൽ കഥ, തിരക്കഥ, സംഭാഷണം. അന്ന് കമലിൻ്റെ രണ്ടാമത്തെ പടവ ആയിട്ടുള്ളൂ. ആ കോമ്പിനേഷൻ ഞാൻ അന്ന് പരീക്ഷിച്ചു. അപ്പോൾ പരീക്ഷണമാണ് എൻ്റെ ഒരു സ്ഥിരം ഒരു പ്രവണത എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ കാക്കോത്തിക്കാവ് ഏതാണ്ട് തീരാറായി കഴിഞ്ഞപ്പോൾ ഫാസിൽ പറഞ്ഞു, നമുക്ക് ഈ റോളിന് രേവതിയെ കിട്ടിയാൽ കൊള്ളായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പാച്ചി രേവതി ഇപ്പോൾ അഭിനയം നിർത്തി. ആ സമയത്ത് രേവതി ഇങ്ങനെ കത്തിച്ചൊലിച്ച് നിൽക്കുകയാണ്, തമിഴിലും തെലുങ്കിലും ഒക്കെ ആയിട്ട് കത്തി നിൽക്കുന്ന സമയത്താണ് രേവതിയുടെ കല്യാണമോ എന്തോ കാര്യം വന്നിട്ട് പുള്ളിക്കാരത്തി അഭിനയം നിർത്തി. ഇനി അഭിനയിക്കുന്നല്ലാന്ന് വലിയ അനൗൺസ്മെൻ്റൊക്കെ വന്ന് നിൽക്കുന്ന സമയത്താണ് ഫാസിൽ ഇങ്ങനെ പറയാം, നമുക്ക് രേവതിയെ ഒന്ന് കിട്ടിയാൽ കൊള്ളായിരുന്നു. ഞാൻ പറഞ്ഞു, ഒരു കാലത്ത് നടക്കാൻ പോണില്ല എന്നാലും ഞാനത് എൻ്റെ മനസ്സിൽ കിടന്നു. പിന്നീട് ഞാൻ പതിയെ ഫാസിലിൻ്റെ ഒക്കെ പറഞ്ഞിട്ട് മദ്രാസ് ഇന്നത്തെ മാതിരി വലിയ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ വലിയ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുകാരോ അങ്ങനെയൊന്നുമില്ല. ഞാൻ ഈ രേവതിയുടെ സങ്കേതം തപ്പിയെടുത്ത് അവരുടെ അന്ന് അമ്മയായിരുന്നു മാനേജർ ഉണ്ടായിരുന്നത്. അമ്മയെ വിളിച്ച് ഇങ്ങനെ ഞാൻ ഒരു കാര്യം പറയാനാന്ന് പറഞ്ഞ് അവർ വീട്ടിലോട്ട് വിളിച്ചു വരുത്തി. വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതിനകത്ത് നല്ല കഥയാണ്, അത് രേവതി ആയിരുന്നേൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, അയ്യോ ഇത് നേരത്തെ ഫോണിൽ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞതിനല്ലോ ഇങ്ങോട്ട് വരണ്ടെന്ന്. കാരണം രേവതി അഭിനയമൊക്കെ നിർത്തി, വലിയ അനൗൺസ്മെൻറ്റും കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. ഞാൻ പറഞ്ഞു, വലിയ കഥയായിരുന്നു, നല്ല കഥയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ അതിനകത്ത് രസമാണ്, ഞാൻ ഈ രേവതി ആണ്ട് തമിഴ് കുട്ടിയാണെന്നൊക്കെയാണ് വിചാരിച്ചത്. അപ്പോൾ കയറി വന്നപ്പോൾ തന്നെ വീടിൻ്റെ ഇതിൽ ആശാ കേളുണ്ണി എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ തന്നെ ആശ്വാസമായി, ഒരു മലയാളി നടിയാണല്ലോ എന്നുള്ള. ഇതെല്ലാം ഞാൻ ഈ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് മേളിൽ നിന്ന് രേവതി ഇറങ്ങിയത്. അപ്പോൾ രേവതി ചോദിച്ചു, കഥയൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. ഈ സ്റ്റോറി ടെല്ലിങ്ങിൽ എനിക്കും കുറച്ചൊക്കെ ഒരു താല്പര്യമുണ്ട്. അപ്പോൾ അതിനെ ഞാൻ പറയാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ കഥ രേവതിയുടെ വീട്ടിൽ വെച്ച് പറയുന്നു. കഥ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ രേവതി സമ്മതിച്ചു ഞാൻ ഇതിൽ അഭിനയിക്കുന്നു. പക്ഷേ രേവതി ഒരു കണ്ടീഷൻ വെച്ചു, ഞാൻ നാട്ടിൽ വരുമ്പോൾ അവിടെയുള്ള പത്രക്കാരൊന്നും ചോദിക്കരുത്. കാര്യം രേവതി അന്ന് വളരെ കത്തി നിൽക്കുന്ന സമയം, പത്രക്കാരൊന്നും ചോദിക്കരുത്, കാര്യം ഈ അഭിനയിക്കുന്നില്ല എന്നൊക്കെ വലിയ കൊട്ടിഘോഷിച്ച് അനൗൺസ് ചെയ്തിട്ട് പിന്നെ ഇതിന് അഭിനയിച്ചു എന്നൊന്നും ചോദിക്കല്ല കേട്ടോ, അത് നോക്കിക്കണം. ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനൊന്നും വരാനേ പോകുന്നില്ല, കേരളത്തിലൊന്നും അത് ശ്രദ്ധിക്കത്തേ ഇല്ല എന്ന് പറഞ്ഞാണ് ഒരു വിധത്തിൽ സമ്മതിച്ച് രേവതി വന്നു. പക്ഷെ ആദ്യ ദിവസം തന്നെ പത്രക്കാർ അവിടെ കൂടിയിരുന്നു. അതിൽ ഒരാൾ ചോദിച്ചു,
രേവതി അഭിനയിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ അഭിനയിക്കാൻ എന്താ കാര്യമെന്ന്. ഞാൻ പതിയെ അവിടെ നിന്ന് സ്കൂട്ടായി ആ സമയം. അതെനിക്ക് നല്ല ഓർമ്മയാണ്. എന്നും ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. ഈ വർഷം 16 എന്നുള്ളൊരു തമിഴ് സിനിമ ഞാനും ഫാസിലും കൂടെ എടുത്തൊരു സിനിമയാണ്. ഇന്നും ഭയങ്കര ഹിറ്റാണ് ആ സിനിമ. അന്ന് ഇന്നും വർഷം 16 എന്നൊക്കെ പറയുമ്പോൾ തമിഴരും വളരെ അവർക്ക് എന്താ ഒരു 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 നൊസ്റ്റാൾജി ആയിരുന്നു ആ സിനിമ. അപ്പോൾ അതിനകത്താണല്ലോ ഖുശ്ബു ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു. അതിനകത്തൊരു ഞാൻ പറഞ്ഞല്ലോ പുതുമ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് ലവ് സ്റ്റോറിയാണേ. ലവ് സ്റ്റോറിയിൽ കാർത്തിക്കാണ് ഹീറോ, ഖുശ്ബു ആണ് നായിക. എൻ്റെ ക്ലൈമാക്സിൽ വില്ലൻ വെടിവെക്കുന്നതും വെടിവെച്ച് കൊള്ളുന്നത് നായിക്കിട്ട്. അങ്ങനെ നായിക മരിക്കുന്നതാണ് സിനിമ. നമ്മൾ അന്നൊന്നും എനിക്കൊന്നും കേരളത്തിൽ പോലും ഡിസ്ട്രിബ്യൂഷൻ ഇല്ല. ഡിസ്ട്രിബ്യൂഷനെ പറ്റി ഇവിടെ ഇല്ല. പിന്നെ അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഈ സിനിമയിട്ട് നമ്മൾ പലരെ കാണിച്ചിരുന്നു. പലരും വന്ന് സിനിമ കണ്ടു. ആർക്കും ഈ സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തയ്യാറല്ല. കാരണം ഒന്നാണ് പറയുന്നത്, നായിക ലവ് സ്റ്റോറിയിൽ നായിക വെടികൊണ്ട് മരിച്ചു. അവർ പറയുന്നുണ്ട് അതല്ല, അതിന് പകരം വെടി കൊള്ളുന്നത് പൂർണ്ണം വിശ്വാസം അതിനകത്ത് പെരിയതാത്തായിട്ട് അഭിനയിക്കുന്നത്. പൂർണ്ണത്തിനിട്ട് വെടികൊണ്ട് പൂർണ്ണം വിശ്വാസം മരിച്ചാൽ ഞങ്ങൾ ഈ പടം എടുക്കാം. ഫാസിൽ കട്ടയ്ക്ക് സമ്മതിക്കത്തില്ല. കാര്യം ആ സബ്ജക്റ്റിൻ്റെ പുതുമ എന്ന് പറയുന്നത് അവിടെ തമിഴ്നാട്ടിലൊന്നും അങ്ങനെ ഇപ്പോൾ അതുവരെയും വന്നിട്ടില്ല. അപ്പോൾ ആരും ഡിസ്ട്രിബ്യൂഷൻ എടുക്കാനില്ല പടം. അങ്ങനെ ഒരിക്കൽ ഞങ്ങൾ തന്നെ പോയി, ഞാൻ ഫാസിൽ ഓഫീസിലിരിക്കും. ഞാൻ ഈ തമിഴ്നാട്ടിൽ എത്ര ഏരിയ ഉണ്ട്, TK, സിറ്റി, NSC ഇതൊക്കെ പഠിച്ച് തന്നെ റിലീസ് ചെയ്യാൻ തീരുമാനിക്കുകയാണ് വർഷം 16. അങ്ങനെ ഓരോ തിയേറ്ററിലും പോയി ഡേറ്റ് എടുക്കുന്നു. എനിക്കറിയാം അന്ന് വിജയകാന്ത് കത്തി നിൽക്കുന്ന സമയം. അപ്പം വിജയകാന്തിൻ്റെ ഒരു സിനിമ വരുന്നു, അതിനേ ഉള്ളൂ ഇമ്പോർട്ടൻസ്. നമ്മുടെ ഈ സിനിമ എനിക്കൊന്ന് 2nd ഗ്രേഡ് 3rd ഗ്രേഡ് തിയേറ്റേഴ്സൊക്കെ ഇന്ന് കിട്ടിയത്. ഏതായാലും തമിഴ്നാട് മുഴുവൻ പടം റിലീസ് ചെയ്തു. ഒരു മനുഷ്യൻ തിയേറ്ററിലില്ല. പിന്നെ പതിയെ ഇത് കയറി ക്ലിക്കാൻ തുടങ്ങി. ഒറ്റ ആഴ്ച കൊണ്ട് തമിഴ്നാട് കാണാത്ത ഹിറ്റായി, കളക്ഷനുമായി. അപ്പോൾ എനിക്കൊരു ചെറിയ സംഭവമുണ്ട്. ഈ പേര് കേട്ടവരെയും കൊണ്ട് തിയേറ്ററുകളിൽ പോവും. പണ്ട് നവോദയ, അതും എനിക്ക് അവിടുന്ന് കിട്ടിയത് കേട്ടോ. നവോദയ മാമാട്ടിക്കുട്ടിയമ്മയ്ക്കകത്ത് ബേബിശാലിനെയും കൊണ്ട് ഇവർ എല്ലാ തിയേറ്ററിലും പോകും. അതുപോലെ ഞാൻ നദിയെയും കൊണ്ട് എല്ലാ തിയേറ്ററിലും പോയിരുന്നു കേരളത്തിൽ. ഈ ഖുശ്ബുവിനെയും കൊണ്ട് ഞാൻ തിയേറ്ററിലൊക്കെ പോകാൻ തുടങ്ങി. കാര്യം ഒരാഴ്ച കൊണ്ട് പടം കയറി ഭയങ്കരമായിട്ട് കൊണ്ടു. അപ്പം ഞാനിപ്പോഴും ഓർക്കുന്നു, ട്രിച്ചി പോലുള്ള സ്ഥലത്ത്. അപ്പോൾ തമിഴ്നാട്ടിൽ ഈ റോഡിൻ്റെ 2 സൈഡിൽ ഒത്തിരി പുളിമരങ്ങളുണ്ടല്ലോ. അപ്പോൾ ഖുശ്ബുവും അമ്മയും 2 ബ്രദേഴ്സുണ്ട്. അവർ ബാക്കിലിരിക്കുന്നു, ഞാൻ ഇവിടെ ഇരിക്കുന്നു ഡ്രൈവർ. പോണ പോക്കിൽ ഖുശ്ബു സാർ വണ്ടി നിർത്തുന്നത്. അപ്പോൾ ഞാനും ഡ്രൈവർ വണ്ടി നിർത്ത് എന്തോ അവിടെ കണ്ടതായിരുന്നു. അപ്പോൾ ഖുശ്ബു നമ്മൾ നോക്കുമ്പോൾ ഒരു മരം, പുളിമരം ഉണ്ടല്ലോ, ആ പുളിമരത്തിൻ്റെ ചോട്ടിൽ ഒരു ആസ്പെറ്റോസ് കൊണ്ടൊരു ഇങ്ങനൊരു കൂടാരം കെട്ടിയിരിക്കുന്നു. അതിനകത്ത് സാമ്പ്രാണിത്തിരി, മെഴുകുതിരി ഒക്കെ പടം ഇറങ്ങിയിട്ട് 1.5 ആയുള്ളൂ കത്തുന്നു. നോക്കിയപ്പോൾ ഖുശ്ബു, സാർ എന്നോട് ഫോട്ടോ. ഞാനും കണ്ടു, ഞെട്ടി. കാര്യം ഖുശ്ബുവിൻ്റെ ഫോട്ടോ വെച്ച് ആരാധന തുടങ്ങി. അങ്ങനെയാണ് ഈ സിനിമയ്ക്ക് ശേഷം ഖുശ്ബു മന്ത്രങ്ങളുണ്ടായി. അതായത് അമ്പലം ഖുശ്ബുവിൻ്റെ പേരിൽ, അതും ഞങ്ങൾ രണ്ടോട് ഒരുമിച്ച് കണ്ടിരുന്നു. ഇപ്പോൾ ഇവാനിയസിലാണ് ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ ഇവാനിയസിൽ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അവിടെ MCOMന് വന്ന് ചേർന്ന ആളാണ് ജഗദീഷ്. അപ്പോൾ ഇവാനിയസ് കോളേജ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ കോളേജാണ്. അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കലയ്ക്കും പഠനത്തിനും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോളേജായിരുന്നു അന്നും ഇന്നും. സ്റ്റേജിലൊക്കെ അവിടെ ഭയങ്കര ഷൈനിങ് ആണ്. അപ്പോൾ ജഗദീഷ് വന്നിട്ട് മിമിക്രി,
അവിടെ എപ്പോഴും ഇങ്ങനെ മിമിക്രി അത് ഇത് എല്ലാം ഭയങ്കര അങ്ങനത്തെ മലയാളീകരിച്ച് ഉണ്ട്, ഇതൊക്കെ ഭയങ്കര ഷൈനിങ് ആണ് ഓരോരുത്തർ. അപ്പോൾ ജഗദീഷ് ആണേലും ജഗദീഷ് അതോടുകൂടി അവിടെ പേര് കേട്ട് പിന്നെ അവിടുത്തെ ചെയർമാനായി. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, ഇപ്പം ഞാൻ പറഞ്ഞില്ല പുതുമ, എന്തെങ്കിലും ഒരു പുതുമയുണ്ടല്ലേ പിടിക്കുള്ളൂ എന്ന് വെച്ച് ഞാൻ ആലോചിച്ച് സ്റ്റേജിൽ കയറി ഇതൊന്നും ചെയ്തിട്ട് ശരിയാകത്തില്ല, ഒരു ഓട്ടം തുള്ളൽ കളിക്കാം എന്നാലേ അതിന് പുതുമയുള്ളൂ. ഓട്ടം തുള്ളലിൻ്റെ ABCD എനിക്കറിയത്തില്ല, എന്നാലും ഒരു 2-3 ദിവസം കൊണ്ട് ഡ്രസ്സൊക്കെ ഇടുമ്പോൾ തന്നെ ഏതാണ്ട് രൂപമാകുമല്ലോ. 2-3 ദിവസം കൊണ്ട് ഓട്ടം തുള്ളൽ പഠിച്ച് ഞാൻ ഇവാനസിൻ്റെ സ്റ്റേജിൽ കയറി അടിച്ചു. ഭയങ്കരം പേര്, ജഗദീശൊക്കെ ഓടി വന്ന് ഷെയ്ക്കാൻഡ് തരികയും. അല്ല ഞാൻ പറയാം, അങ്ങനെ പുതുമ അന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ മനസ്സിലും. ഏതായാലും നീണ്ട 43 വർഷത്തെ കുറച്ചൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. ഇനിയുണ്ട് കേട്ടോ, കുറേയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, അത് മുഴുവൻ എൻ്റെ ബുക്കിനകത്തുണ്ട്. അതിനകത്തെല്ലാം കുറേ ഉണ്ട്. ഏതായാലും എനിക്ക് ഇത്രയേ ഉള്ളൂ സിനിമ. ഇപ്പോൾ ലാസ്റ്റ് പടം എടുത്തത് ഒരു അഡാർ ലവ് ആണ്. അപ്പോൾ അഡാർ ലവ് കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് 6 വർഷത്തോളമായി. എനിക്ക് എപ്പോഴും ഒന്നും സിനിമ എടുക്കണമെന്ന് ഒരു താല്പര്യവും ഇല്ല. പിന്നെ എടുത്താൽ എന്തെങ്കിലും ഒരു പുതുമ വേണം, എന്തെങ്കിലും ഒന്ന് നോട്ടബിളായിട്ട് ഇറങ്ങാവുള്ളൂ. അപ്പോൾ അഡാർ ലവിന് തൊട്ട് മുമ്പ് കിങ് ലെയർ ആയിരുന്നു. ഈ കിങ് ലെയറിൻ്റെ ഒരു പുതുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-23 വർഷങ്ങൾക്ക് ശേഷം സിദ്ദിഖ് ലാൽ വീണ്ടും ഒന്നിച്ച സിനിമയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കൂടെ ഉണ്ട്. സബ്ജക്റ്റ്, ഒന്നാമത് സബ്ജക്റ്റാണ് സൂപ്പർ സ്റ്റാർ, ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞല്ലോ. സബ്ജക്റ്റ് കിട്ടി, അങ്ങനെ ഒരു നല്ല സബ്ജക്റ്റ് കിട്ടിയാൽ മാത്രമേ ഒരു സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ അഡാർ ലവിന് ശേഷം ഈ 3-4 വർഷം കൊണ്ട് ഒരു സബ്ജക്റ്റ് ഇങ്ങനെ ഉണ്ടായി ഇപ്പോൾ തീർന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി ഇനി വേണം ഇതിന് പറ്റിയ ആർട്ടിസ്റ്റിനെ ഫിക്സ് ചെയ്യാൻ, ഇതിന് പറ്റിയ സംവിധായകനെ വെച്ച് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ. അത് വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നു, നോക്കാം.